ഒട്ടും മോശമല്ലാത്ത ഒരു വേള മറ്റുള്ളവരെക്കാളെല്ലാം അപേക്ഷിച്ച് അന്തസ്സായ ഒരവസ്ഥയിൽ തന്നെയാണ് മുസ്ലിം സ്ത്രീകളുള്ളത്. നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. അവിടെ ഇസ്ലാമിൻ്റെ വേഷവിധാനം ധരിച്ച് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു സ്ത്രീകൾ. വലിയ വലിയ ജോലികൾ, വലിയ വലിയ വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഓട്ടിച്ചുകൊണ്ട് ജോലി സ്ഥലങ്ങളിൽ വന്ന് ജോലി ചെയ്ത് അവർ തിരിച്ചു പോകുന്നു. സ്ത്രീകളുടെ പുരോഗതി ഉണ്ടാവണമെങ്കിൽ സ്ത്രീകൾ വിവസ്ത്രരാവണമെന്നുള്ള വിവരക്കേടൊന്നും ഈ പ്രസ്ഥാനത്തിനില്ല. 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത വാക്കുകളാണത്. ഇവർ പറയുന്നത് സ്ത്രീകൾ പർദ്ദ ധരിച്ചാൽ, സ്ത്രീകൾ നിഖാബ് ധരിച്ചാൽ, സ്ത്രീകൾ മക്കനയിട്ടാൽ, സ്ത്രീകൾ തട്ടമിട്ടാൽ അതോടുകൂടി സ്ത്രീകളുടെ പുരോഗതിയൊക്കെ ഇല്ലാതെയാവുന്നു. ആരോടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഇതൊക്കെ മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്ക് വേണ്ടേ? ഇവിടെ തട്ടമിട്ടുകൊണ്ട് തന്നെ വലിയ വലിയ റാങ്കുകൾ നേടുന്നു മുസ്ലിം പെൺകുട്ടികൾ, വലിയ വലിയ ജോലികൾ നേടുന്നു, ഡോക്ടർമാരാവുന്നു, എഞ്ചിനീയർമാരാവുന്നു. അതൊക്കെ സൂംബ ഡാൻസ് കളിച്ചതുകൊണ്ടുണ്ടായതല്ല. അതേപോലെ തന്നെ വസ്ത്രധാരണ വിഷയത്തിൽ വിട്ടുവീഴ്ച കാണിച്ചതിൻ്റെ പേരിലുമല്ല. ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും. ലോക ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിന് നമുക്ക് തെളിവാണ്. കേരളത്തിലെ തന്നെ നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കൂ, അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിമീങ്ങളാണ്, മുസ്ലിം പണ്ഡിതന്മാരാണ്, മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരാണ്, പ്രബോധകന്മാരാണ്. ഇതൊക്കെ ഒന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്.